കലിയുഗവരതൻ്റെ പുണ്യപാദ സ്പർശമേറ്റ എരുമേലി പുത്തൻവീട്. എരുമേലിയിലെ പുത്തൻവീടിന് പറയാൻ 1000 വർഷത്തെ ചരിത്രമുണ്ട്. എരുമേലിയോളം പഴക്കമുണ്ട് പുത്തൻവീടിനും. എരുമേലിയിൽ മഹർഷി നിഗ്രഹത്തിനായി എത്തിയ അയ്യപ്പൻ വിശന്നു വലഞ്ഞ് സമീപത്ത് കണ്ട വീട്ടിലേക്ക് കയറിച്ചെന്നു. ഒരു മുത്തശ്ശി മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഏറെ ക്ഷീണിതനായ അയ്യപ്പൻ ഭക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ ആ വീട്ടിൽ പൂജയ്ക്ക് വച്ചിരുന്ന കുറച്ച് അവൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുത്തശ്ശി അയ്യപ്പന് അവൽ നൽകി. മഹർഷിയുടെ ആക്രമണത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും മുത്തശ്ശി വിശദീകരിച്ചു. എന്നാൽ താൻ ഈ വീടിൻ്റെ തിണ്ണയിൽ കിടന്നോളാമെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും അയ്യപ്പൻ ബോധ്യപ്പെടുത്തി. രാത്രിയിൽ മഹർഷി എത്തിയപ്പോൾ ഉടവാളുമായി എത്തിയ സ്വാമി അയ്യപ്പൻ ഇപ്പോഴത്തെ എരുമേലി ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള രുദ്രക്കുളത്തിൻകരയിൽ വച്ച മഹർഷിയുമായി ഏറ്റുമുട്ടി മഹർഷിയെ നിഗ്രഹിച്ചു. തിരികെ പുത്തൻ വീട്ടിലെത്തിയ സ്വാമി അയ്യപ്പൻ മഹർഷിയെ കൊല്ലാൻ ഉപയോഗിച്ച ഉടവാൾ മുത്തശ്ശിക്ക് സമ്മാനിച്ചു. മുത്തശ്ശി അത് പൂജാമുറിയിൽ സൂക്ഷിച്ചു. മഹർഷിയെ കൊല്ലാൻ ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആ വാൾ കെടാവിളക്കിനൊപ്പം പുത്തൻ വീട്ടിലെ മുറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 2011 പുത്തൻ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ വാൾ സൂക്ഷിച്ചിരുന്ന മുറി മാത്രം കത്തി നശിച്ചില്ല. അഗ്നിബാധയിൽ തടിയിൽ തീർത്ത ആടൂടവും ഭിത്തിയുടെ ഭാഗങ്ങളും കത്തി നശിച്ചിരുന്നു. മൃഗങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടാൻ പണ്ടുകാലങ്ങളിൽ വളരെ ഉയരത്തിലാണ് വീടുകളുടെ തറ നിർമ്മിച്ചിരുന്നത്. 6 അടിയിലേറെ ഉയരത്തിലുള്ള തറ നിർമ്മിച്ച അതിനു മുകളിലാണ് പുത്തൻ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ തറ ഇപ്പോഴും ചാണകം മെഴുകിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പുല്ലുകൊണ്ടാണ് മേൽക്കൂര മേഞ്ഞിരുന്നത്. പിന്നീട് ഓലയായി. എന്നാൽ സമീപകാലത്ത് ഇത് മാറ്റി ഷീറ്റ് മേൽക്കൂരയാണ് വിരിച്ചിരിക്കുന്നത്. എരുമേലി വലിയമ്പലത്തിൽ നിന്ന് 200 മീറ്റർ വടക്ക് മാറിയിട്ടാണ് പുത്തൻ വീടുള്ളത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തി അയ്യപ്പൻ്റെ ഉടവാൾ വണങ്ങിപ്പോകുന്നത്. വാളിൻ്റെ ചിത്രീകരണത്തിന് വിലക്കുണ്ട്.